തേങ്ങാപ്പാൽ രസം പൊള്ളാച്ചിയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള രസമാണ്. നമുക്ക് ആദ്യം വീടിയിലേക്ക് പോകാം. ആദ്യം നമുക്ക് അതിന് മസാല ചേർക്കാം. വെളുത്തുള്ളി, വറ്റൽമുളക്, ജീരകം, മല്ലി, കുരുമുളക് ഇതെല്ലാം ചതച്ച് മാറ്റി വെക്കാം. ഒരു പാത്രത്തിലേക്ക് പുളിയും തക്കാളിയും കൂടെ ചേർത്ത് നല്ലപോലെ അതിനെ ഉടച്ചെടുത്തതിനകത്തോട്ട് തേങ്ങയുടെ രണ്ടാം പാല് ചേർത്ത് ഇളക്കി മാറ്റി വെക്കാം. തീ കത്തിച്ച് നമ്മൾ ചട്ടി വെച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന മസാലയും കൂടെ ചേർത്ത് ആദ്യം ഒന്ന് മൂപ്പിക്കണം. അതിലേക്ക് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് കൊച്ചുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കറിവേപ്പില ചേർക്കണം. കറിവേപ്പില ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന തേങ്ങാപ്പാലും പുളിയും തക്കാളിയും എല്ലാം കൂടെ ചേർത്ത് ഒന്ന് തിളയ്ക്കാൻ വെക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത് ചേർത്ത് തിളച്ച് വരുമ്പോഴത്തേക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് തിളപ്പിക്കണം. തിളച്ച് എല്ലാം വെന്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ കായം ചേർക്കണം. കായം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ തേങ്ങ ഒന്നാം പാലും ചേർത്ത് അതേപോലെ മല്ലിയില ഗാർണിഷിന് വേണ്ടി ചേർത്തിട്ട് നമുക്ക് വേണ്ടി സെർവ് ചെയ്യാം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ നോക്കുക. ഇറ്റ്സ് മീ സുജിത്ത് വൈദ്യൻ സൈനിങ് ഓഫ്.